ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റർഫേസിങ് ചിപ്സാണ്. ഇൻ്റർഫേസിങ് ചിപ്സിൽ തന്നെ കുറച്ചധികം ഇൻ്റർഫേസിങ് ചിപ്സ് സിലബസിൽ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ 8251 ഇൻ്റർഫേസിങ് ചിപ്സ് എന്ന് എടുത്ത് പറയുന്നതുകൊണ്ട് അത് ഓരോന്നും ജസ്റ്റ് എന്താണെന്ന് നോക്കിക്കൊണ്ട് പോവുക. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs നമുക്ക് നോക്കാം. സോ 8251 ഫസ്റ്റ് ഇൻ്റർഫേസിങ് ചിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മ്യൂപ്പീനെ പെരിഫറൽ ഡിവൈസുമായിട്ട് കണക്റ്റ് ചെയ്യിക്കാനായിട്ട് പല ചിപ്സ് ഉപയോഗിക്കും. ഈ പെരിഫറൽ ഡിവൈസുമായിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസസുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻ്റർഫേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മ്യൂപ്പി നമുക്ക് ആസ് സച്ച് അല്ല അതിൻ്റെ ഫങ്ഷൻ അല്ലേ. മ്യൂപ്പി നമുക്ക് എവിടെയെങ്കിലും ആവശ്യമായിട്ട് വരുമ്പം അതിൻ്റെ ഇൻപുട്ടിലേക്കും ഔട്ട്പുട്ടിലേക്കും ഒക്കെ നമുക്കതിനെ എന്ത് ചെയ്യേണ്ടി വരും? കണക്റ്റ് ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ പല ചിപ്സ് ഉപയോഗിക്കും. അതിനെയാണ് നമ്മൾ ഇൻ്റർഫേസിങ് ചിപ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഇൻ്റർഫേസിങ് ചിപ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. 8251 പ്രോഗ്രാമബിൾ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ്. അപ്പോൾ 8251 എന്നുള്ള ചിപ്പ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് പ്രോഗ്രാമബിൾ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസിന് വേണ്ടിയുള്ള ചിപ്പാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു പേരുണ്ട് USART. USART എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ സിങ്ക്രണസ് അസിങ്ക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഈ 8251 എന്നുള്ള ചിപ്പ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം, അതൊരു യൂണിവേഴ്സൽ സിങ്ക്രണസ് അസിങ്ക്രണസ് റിസീവർ ട്രാൻസ്മിറ്ററാണ്. അതായത് അത് സിങ്ക്രണസ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യും, അസിങ്ക്രണസ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യും. സിങ്ക്രണസ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ട്രാൻസ്മിഷനും റിസപ്ഷനും പോസിബിളാണ്. അതുപോലെ തന്നെ അസിങ്ക്രണസ് മോഡിലും അത് ട്രാൻസീവറും ആയിട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. സോ ഇറ്റ് ആക്ട്സ് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ മൈക്രോപ്രോസസർ ആൻഡ് പെരിഫറൽ ഫോർ സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്ക് സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന ഒരു പ്രോഗ്രാമബിൾ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് IC ചിപ്പാണ് ആര്? 8251. അതിന് വേറൊരു രീതിയിലും അറിയപ്പെടും. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ സിങ്ക്രണസ് അസിങ്ക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ 8251 USART അത്രേ ഓർക്കുക. ദെൻ നെക്സ്റ്റ് ഇസ് ഇറ്റ് ടേക്സ് ഡേറ്റ സീരിയലി ഫ്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് സീരിയൽ കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പെരിഫറൽ ഡിവൈസിൽ നിന്ന് ഡേറ്റ എടുക്കുന്നതും പെരിഫറൽ ഡിവൈസിലേക്ക് ഡേറ്റ കൊടുക്കുന്നതും എങ്ങനെയായിരിക്കും? സീരിയലായിട്ടായിരിക്കും. അപ്പോൾ ഒന്നും കൂടെ പറയാം. അതായത് പെരിഫറൽ ഡിവൈസിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് നമ്മൾ ഡേറ്റ എടുക്കുന്നത് സീരിയലായിട്ടായിരിക്കും. അതുപോലെ അതിലേക്ക് കൊടുക്കുന്നതും സീരിയലായിരിക്കും. അതിനിടയ്ക്ക് നമുക്ക് മ്യൂപ്പിയിലേക്ക് കൊടുക്കുമ്പം ആ സീരിയൽ ഡേറ്റയെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? പാരലായിട്ട് കൺവേർട്ട് ചെയ്യണം. നേരെ മറിച്ച് മ്യൂപ്പിയിൽ നിന്ന് എടുക്കുന്നതും പാരലൽ ഡേറ്റ ആയിരിക്കും. അതിനെ എന്ത് ചെയ്യണം? സീരിയലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ സീരിയൽ കൺവേർഷൻ എല്ലാം നടക്കുന്നത് ഈ ചിപ്പ് വഴിയാണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ടേക്സ് ഡേറ്റ സീരിയലി ഫ്രം പെരിഫറൽ ഓർ ഔട്ട്സൈഡ് ഡിവൈസസ് ആൻഡ് കൺവേർട്സ് into parallel data. After converting the data into parallel form, it transmits it to the CPU. അപ്പോൾ ഔട്ട്സൈഡ് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസോ ഇൻപുട്ട് ഡിവൈസോ എന്ത് വേണമെങ്കിലും ആവാം. ഔട്ട്പുട്ട് നമ്മൾ ഔട്ട്സൈഡിൽ കണക്ട് ചെയ്ത ഡിവൈസസ് ആണ് എന്ത്? പെരിഫറൽ ഡിവൈസസ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും? ഡേറ്റ സീരിയലായിട്ട് എടുത്തിട്ട് അതിനെ പാരലൽ ഫോമിലോട്ട് ആക്കിയിട്ട് മ്യൂപ്പിയിലേക്ക് കൊടുക്കും. ദെൻ എന്താണ്? Similarly, it receives parallel data from the MUPI and convert it into serial form. തിരിച്ച് ഡേറ്റ മ്യൂപ്പിയിൽ നിന്ന് എടുത്ത് പാരലായിട്ട് എടുത്തിട്ട് സീരിയലാക്കി കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആഫ്റ്റർ കൺവേർട്ടിംഗ് ഡേറ്റ ഇൻറ്റു സീരിയൽ ഫോം ഇറ്റ് ട്രാൻസ്മിറ്റ് ഇറ്റ് ടു ഔട്ട്സൈഡ് ഡിവൈസ്, പെരിഫറൽ ഡിവൈസിലേക്ക് കൊടുക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഇൻ 8251 പോസിബിൾ ആവുന്നത് ഇങ്ങനെയാണ്. Next, this is the basic block diagram of a 8251 IC chip. അപ്പോൾ ഒരു 8251 IC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പിൻസും ഇത്രയും ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഈ ഓരോ ബ്ലോക്കും എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, അത്രയെങ്കിലും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ ബസ് ബഫർ ഉണ്ട്, ദെൻ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ഉണ്ട്, then modem control ഉണ്ട്, then transmit buffer, receive buffer,
ട്രാൻസ്മിറ്റ് കൺട്രോൾ, റിസീവ് കൺട്രോൾ. ഈ ഓരോ യൂണിറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറച്ച് നമ്പർ ഓഫ് പിൻസും ഉണ്ട്. അപ്പോൾ ഡേറ്റാ ബസ് ബഫറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇത് ഡേറ്റാ പിൻസ് വരുന്നത്, D0 തൊട്ട് D7 വരെ. അതുപോലെ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തന്നെ പിൻസ് ആണ് എന്ത്, റൈറ്റ്, റീഡ്, റീസെറ്റ്, ക്ലോക്ക്, C ബാർ, D ബാർ, ദെൻ CS ബാർ, ചിപ്പ് സെലക്ട്. ദെൻ മോഡം കൺട്രോളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പിൻസ് ആണ് DSR, DTR, CTS, RTS. ദെൻ ട്രാൻസ്മിറ്റ് ബഫറുമായിട്ട് വരുന്നതാണ് TXD. ദെൻ ട്രാൻസ്മിറ്റ് കൺട്രോളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന 3 പിൻസ് ഉണ്ട്, T ഇൻറ്റു റെഡി, T ഇൻറ്റു MT, ട്രാൻസ്മിറ്റർ കൺട്രോൾ C. ദെൻ RXD റിസീവ് ബഫറുമായിട്ട് വരുന്നു. ദെൻ റിസീവ് കൺട്രോളുമായിട്ട് വരുന്നത് ഈ 2 പിന്നുമാണ്. അപ്പോൾ ഇത്രയും ആണ് അതിൻ്റെ. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി എന്തൊക്കെയാണ് അതിനകത്തുള്ളത് അല്ലേ. ഡേറ്റ എടുക്കാനുണ്ട്, ആ ഡേറ്റ നമുക്ക് എങ്ങോട്ടെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ അവിടെ നിന്ന് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും ഇല്ലേ. പിന്നെന്താണ്, എങ്ങോട്ടേക്കാണ് എഴുതേണ്ടത്, എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടത്, റൈറ്റ് ചെയ്യേണ്ടത് എങ്ങോട്ടേക്കാണ്, എവിടെ നിന്നാണ് റീഡ് ചെയ്യേണ്ടത്, അതിനെയെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടൊരു റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം. ഇനി നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദി റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ആൻഡ് രജിസ്റ്റേഴ്സ്. അപ്പോൾ ഈ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഡിസൈഡ്സ് ദ ഫംഗ്ഷൻ ഓഫ് ദ ചിപ്പ് അക്കോർഡിംഗ് ടു ദി കൺട്രോൾ വേർഡ് ഇൻ ദി രജിസ്റ്റർ. അപ്പോൾ അതിനകത്ത് രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ രജിസ്റ്റേഴ്സിനകത്തുള്ള കൺട്രോൾ വേർഡിൽ എങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഡിസൈൻ ചെയ്തത്, അപ്പോൾ അതനുസരിച്ചായിരിക്കും ആ കൺട്രോൾ ലോജിക്ക് തീരുമാനിക്കുന്നത് എന്ത് ഫംഗ്ഷനാണ് ആ ചിപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ആൻഡ് രജിസ്റ്റേഴ്സിൽ അടങ്ങിയിരിക്കുന്ന സിഗ്നൽസ് ഇതൊക്കെയാണ്. ചിപ്പ് സെലക്ട് എന്ന് പറഞ്ഞാൽ അതൊരു ആക്റ്റീവ് ലോ പിന്നാണ്, SCS ബാർ എന്ന് അനോട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിപ്പ് സെലക്ട് ബാർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, എപ്പോഴാണോ ആ പിന്നിൽ ഒരു ലോ സിഗ്നൽ വരുന്നത് അപ്പോഴായിരിക്കും 8251 എന്നുള്ള IC നമുക്ക് ഏത് മ്യൂപ്പിയിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത് കണക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതാണ് ചിപ്പ് സെലക്ട് ലോജിക്ക്. അപ്പം മ്യൂപ്പി വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മ്യൂപ്പിനെ ഈ 8251 കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചിപ്പ് സെലക്ട് പിന്നെ എന്ത് ചെയ്ത് കൊടുക്കണം, ലോ ആക്കി കൊടുക്കണം. അപ്പം മ്യൂപ്പി ഇതിനെ എന്ത് ചെയ്യും, ഈ ചിപ്പിനെ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. മ്യൂപ്പിയിലേക്ക് എന്ത് ഫംഗ്ഷനാണ് ചെയ്യേണ്ടത് അതിലേക്ക് സെലക്ട് ചെയ്യും. ദെൻ C ബാർ D ബാർ, അതായത് ഡിയുടെ മുകളിലാണ് കോംപ്ലിമെൻറ്റ്. അതായത് C = 0 ആണെങ്കിൽ ഈ പിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫിഗറിലുള്ള ഈ പിന്ന് അത് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്, 0 ആകുമ്പം ഡേറ്റ രജിസ്റ്റർ, 1 ആകുമ്പോൾ എന്താണ് കൺട്രോൾ രജിസ്റ്ററിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ WR എന്ന് പറഞ്ഞാലും അതും എന്താണ് ഒരു ആക്റ്റീവ് ലോ സിഗ്നലാണ്, വിച്ച് കൺട്രോൾ റൈറ്റ്സ് ടു കൺട്രോൾ രജിസ്റ്റർ ഓർ ഡേറ്റ ബഫർ. അപ്പോൾ നമ്മൾ കൺട്രോൾ രജിസ്റ്ററിലേക്ക് എഴുതുകയോ അല്ലെങ്കിൽ ഡേറ്റ ബഫറിലേക്ക് എഴുതുകയോ ചെയ്യുന്നത് എപ്പോഴാണ്, ഈ റൈറ്റ് സിഗ്നൽ ലോ ആകുമ്പോഴാണ്. അതുപോലെ റീഡ് സിഗ്നൽ അതും എന്താണ് ആക്റ്റീവ് ലോ സിഗ്നലാണ്, വിച്ച് റീഡ്സ് ദ സ്റ്റേറ്റസ് രജിസ്റ്റർ ഓർ ഡേറ്റ ബഫർ. അപ്പോൾ സ്റ്റേറ്റസ് രജിസ്റ്റർ റീഡ് ചെയ്യുകയോ ഡേറ്റ ബഫർ റീഡ് ചെയ്യുകയോ ചെയ്യിക്കുന്നതാണ് എന്ത്, റീഡ് സിഗ്നൽ. അപ്പോൾ ഓക്കെ ആണല്ലോ. ഈ ഫിഗറിൽ ഇവിടെയാണ് കൺട്രോൾ ബാർ ഡേറ്റ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും സിഗ്നൽസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കുമായിട്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ബേസിക് ഈ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇത്രയും സംഭവങ്ങളാണുള്ളത്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റ ബഫർ രജിസ്റ്റർ ഉണ്ട്, ദെൻ കൺട്രോൾ രജിസ്റ്റർ ഉണ്ട്, സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ട്. അപ്പം നമ്മളിപ്പം പറഞ്ഞില്ലായിരുന്നോ സ്റ്റാറ്റസ് രജിസ്റ്ററിലേക്ക് റീഡ് ചെയ്യുന്നത്, സ്റ്റാറ്റസ് രജിസ്റ്ററിൽ നിന്ന് റീഡ് ചെയ്യുന്നതും ഒക്കെ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ രജിസ്റ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ കൺട്രോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ 16 ബിറ്റാണ്, സ്റ്റാറ്റസ് രജിസ്റ്റർ 8 ബിറ്റാണ്. ദെൻ ഡേറ്റ ബഫർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡേറ്റേനെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അതിനകത്ത് നമുക്ക് വാല്യൂസ് എഴുതി വെക്കാം. അപ്പം നോക്കിക്കേ, ഈ റീഡ് റൈറ്റ് ലോജിക്കിന് കറസ്പോണ്ടിങ് ആയിട്ട്
ഇത്രയും ഇൻപുട്ട് സിഗ്നലുണ്ട്. ആ ഇൻപുട്ടിൻ്റെ ഓരോ വാല്യൂസ് അനുസരിച്ച് അത് കറസ്പോണ്ടിങ് ഓപ്പറേഷൻസ് ചെയ്യും. കണ്ടോ? അപ്പോൾ സി ബാർ ഡി കോംപ്ലിമെൻറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ അത് സി ആണ് 1. C1 വന്നാൽ അത് കൺട്രോൾ രജിസ്റ്ററിനായിട്ടായിരിക്കും കണക്റ്റ് ആയിട്ടുള്ളത്. C0 ആകുമ്പോഴത്തേക്ക് സി ബാർ എന്നുള്ള പിന്ന് 0 ആകുമ്പോഴത്തേക്കും ഡേറ്റ ആയിട്ടായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ദെൻ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, റൈറ്റ് സിഗ്നൽ ആണ് ഇനേബിൾ എന്നുണ്ടെങ്കിൽ അത് ഈ കൺട്രോൾ രജിസ്റ്ററിലേക്ക് റൈറ്റ്സ് ടു കൺട്രോൾ രജിസ്റ്റർ. അത് ഇവിടെയും വരാം, ഡേറ്റ വേണമെങ്കിൽ റൈറ്റ് ചെയ്യാം. ദെൻ റീഡ് സിഗ്നൽ ലോ വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റസ് രജിസ്റ്ററിലേക്ക് ചെയ്യും, സ്റ്റേറ്റസ് രജിസ്റ്ററിൽ നിന്ന് റീഡ് ചെയ്യും. പ്രീവിയസ് സ്ലൈഡിൽ കണ്ടോ, റീഡ്സ് ദി സ്റ്റേറ്റസ് രജിസ്റ്റർ ഓർ ഡേറ്റ ബഫർ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്, ഓരോ രജിസ്റ്ററിനും കറസ്പോണ്ടിങ് ഫങ്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടേബിള്. അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം ഈ ടേബിള്. അപ്പം ഈ സ്റ്റാർ ഇട്ടേക്കുന്നത് ആക്റ്റീവ് ലോ ആണെന്ന് കാണിക്കാനാണ്. അപ്പോൾ CS സ്റ്റാർ എന്ന് വെച്ചാൽ ചിപ്പ് സെലക്ട് ലോ, അതായത് ചിപ്പ് സെലക്ട് എന്നുള്ള പിൻ ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? അത് 0 കൊടുക്കുമ്പോൾ. അപ്പോൾ അത് 0 ആകുമ്പോഴത്തേക്ക് നമുക്ക് പല ഓപ്പറേഷനും പോസിബിളാണ്. അത് ഹൈ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ IC യുസാട്ട് എന്നുള്ള ഈ 8251 IC സെലക്ട് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് 1 നമ്മൾ 1 കൊടുത്തു, C⁻D കോംപ്ലിമെൻ്റ് എന്നുള്ള പിന്ന് 1 കൊടുത്തു. 1 കൊടുത്താൽ അതിൻ്റെ മീനിങ് കൺട്രോൾ ലോജിക്കാണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതെന്താ ചെയ്യുന്നത്? മ്യൂപ്പി റൈറ്റ്സ് ഇൻസ്ട്രക്ഷൻ ഇൻ ദി കൺട്രോൾ രജിസ്റ്റർ. മ്യൂപ്പി എന്തിലേക്ക് റൈറ്റ് ചെയ്യും? കൺട്രോൾ രജിസ്റ്ററിലേക്ക് റൈറ്റ് ചെയ്യും. ദെൻ റൈറ്റ് ചെയ്യാൻ കാരണം കൺട്രോൾ ആണെന്ന് നമുക്ക് ഈ C⁻D എന്ന് കിട്ടി. റൈറ്റ് ചെയ്യുന്നത് എങ്ങനെ മനസ്സിലായി? ഈ റൈറ്റ് സിഗ്നലും ലോ ആണ്. അതുകൊണ്ട് ഇറ്റ് റൈറ്റ്സ് ഇൻസ്ട്രക്ഷൻ ഇൻ ദി കൺട്രോൾ രജിസ്റ്റർ. ഓക്കെ ആണല്ലോ? അത് ഹൈ ആയിട്ട് ദെൻ റീഡ് ഇനേബിളായി. റീഡ് ഇനേബിൾ ആവുന്നത് റീഡിൽ 0 വരണം. റീഡും റീഡ് റൈറ്റും എല്ലാം ആക്റ്റീവ് ലോ സിഗ്നലാണ്. അപ്പോൾ C ഹൈ ആയി, അതായത് കൺട്രോൾ ഹൈ ആയി, റീഡ് ലോ ആയി. അപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഇറ്റ് റീഡ്സ് സ്റ്റാറ്റസ് ഫ്രം ദി സ്റ്റാറ്റസ് രജിസ്റ്റർ. റീഡ് ചെയ്യുന്നത് എപ്പോഴും എന്നിൽ നിന്നായിരിക്കും? സ്റ്റാറ്റസ് രജിസ്റ്ററിൽ നിന്നായിരിക്കും റീഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് D 0 വരണമെങ്കിൽ 0 ആണെങ്കിൽ ഡേറ്റയാണ്, ഡേറ്റ ബഫറിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പം 0 വരുന്ന കേസിൽ റൈറ്റാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഔട്ട്പുട്ട്സ് ഡേറ്റ ടു ദി ഡേറ്റ ബഫർ, അതായത് ഡേറ്റേനെ ഡേറ്റ ബഫറിലോട്ട് റൈറ്റ് ചെയ്യും. തിരിച്ച് റീഡാണ് ലോ വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? MBU അക്സെപ്റ്റ് ഡേറ്റ ഫ്രം ദി ഡേറ്റ ബഫർ. ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്. ഓക്കെ ആണല്ലോ? അതാണ് കണ്ടീഷൻ. ഇവിടെ 1, ഇവിടെ 0. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ റീഡ് ബാർ റൈറ്റ് കൺട്രോൾ ലോജിക്കിൻ്റെ ഫങ്ഷൻ. ഇവിടെ 1 ആണ്, 1 ആകുമ്പോഴാണ് റീഡ് റൈറ്റ് ലോ ആണ്, എഴുതിയപ്പം തെറ്റിയതാണ് 1. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്മിറ്റർ സെക്ഷൻ. ട്രാൻസ്മിറ്റർ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം. അപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രം നോക്കിക്കേ, ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 2 സെക്ഷനുണ്ട് അല്ലേ? ട്രാൻസ്മിറ്റർ സെക്ഷനും റിസീവർ സെക്ഷനും. അപ്പോൾ നമുക്ക് അറ്റ് ദ ടൈം മ്യൂപ്പിയിലേക്ക് മ്യൂപ്പിയിൽ നിന്ന് ഡേറ്റ കൊണ്ടുപോവുകയും വേണം, ദെൻ മ്യൂപ്പിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അത് രണ്ടും ഇവിടെ പോസിബിൾ ആണ്. അപ്പോൾ യുസാട്ട് എന്നുള്ള ഈ IC വെച്ചിട്ട്. അപ്പോൾ ട്രാൻസ്മിറ്ററിന് ഒരു സെക്ഷനുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ട്രാൻസ്മിറ്റർ ബഫർ രജിസ്റ്റർ, ദെൻ ഔട്ട്പുട്ട് രജിസ്റ്റർ, ട്രാൻസ്മിറ്റർ കൺട്രോൾ ലോജിക്. ദെൻ അതുപോലെ തന്നെ റിസീവറിന് ഒരു സെക്ഷനുണ്ട്. റിസീവർ ബഫർ രജിസ്റ്റർ, ദെൻ ഇൻപുട്ട് രജിസ്റ്റർ, ദെൻ റിസീവർ കൺട്രോൾ ലോജിക്. അപ്പോൾ ഈ ട്രാൻസ്മിറ്റർ സെക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറച്ച് പിൻസ് ഉണ്ട്. അതുപോലെ റിസീവർ സെക്ഷനായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറച്ച് പിൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇതിനകത്ത് ആക്റ്റീവ് ഹൈ ഏതാണ്, ആക്റ്റീവ് ലോ പിൻസ് ഏതാണ്, ഓരോന്നിൻ്റെയും ഫങ്ഷൻ എന്താണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 8251 എന്നുള്ളത് ട്രാൻസ്മിറ്റർ റിസീവർ ഫങ്ഷൻ എങ്ങനെയാണ് പോസിബിൾ ആക്കുന്നത്?
അപ്പോൾ ഫസ്റ്റ് വൺ ട്രാൻസ്മിറ്റർ സെക്ഷൻ. ട്രാൻസ്മിറ്റർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് അക്സെപ്റ്റ്സ് പാരലൽ ഡേറ്റ ഫ്രം ദി മ്യൂപ്പി ആൻഡ് കൺവേർട്ട്സ് ദം ഇൻ ടു സീരിയൽ ഡേറ്റ. അപ്പം നമുക്കറിയാം ട്രാൻസ്മിറ്റർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂപ്പിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് എന്താ സീരിയൽ ഡേറ്റ ആക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലേ. ഇറ്റ് ഹാസ് 2 രജിസ്റ്റേഴ്സ്. ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ മ്യൂപ്പിയിൽ നിന്ന് ഡേറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈ IC വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ IC അതൊരു ആ ഡേറ്റേനെ മേടിച്ച് ഡേറ്റ നമുക്ക് കിട്ടുന്നത് പാരലൽ ഡേറ്റ ആയിരിക്കും. അതിനെ സീരിയലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ബഫർ രജിസ്റ്ററും ദെൻ ഔട്ട്പുട്ട് രജിസ്റ്ററും. അപ്പോൾ ബഫർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടു ഹോൾഡ് 8 ബിറ്റ്സ്. അതായത് എന്ത് ഡേറ്റ ആണോ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അത് കുറച്ച് നേരത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഈ ബഫർ രജിസ്റ്റർ. ഔട്ട്പുട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺവേർട്ട്സ് ദ 8 ബിറ്റ്സ് ഇൻറ്റു സ്ട്രീം ഓഫ് സീരിയൽ ബിറ്റ്സ്. അപ്പോൾ അതിന് ഔട്ട്പുട്ട് രജിസ്റ്റർ ആണ് അതിനെ സീരിയൽ ഡേറ്റേനെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. Then the MUP writes a byte in the buffer register whenever the output register is empty. ഔട്ട്പുട്ട് രജിസ്റ്റർ empty ആകുമ്പോഴത്തേക്കും ഈ MUP എന്ത് ചെയ്യും, ഈ ബഫർ രജിസ്റ്ററിലേക്ക് 8 ബിറ്റിനെ റൈറ്റ് ചെയ്യും. The contents of the buffer register are transferred to the output register. അപ്പം നമുക്ക് എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അതാണ് ഈ ഔട്ട്പുട്ട് രജിസ്റ്ററിൽ വരേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ട് രജിസ്റ്ററിലിട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളത് ടെമ്പററി ആയിട്ടൊരു ബഫർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. അപ്പം ബഫർ രജിസ്റ്റർ ഔട്ട്പുട്ട് രജിസ്റ്റർ empty ആകുമ്പം ആ ഡേറ്റ വീണ്ടും വന്ന് ഔട്ട്പുട്ട് രജിസ്റ്ററിലോട്ട് വരും. വീണ്ടും നമ്മൾ അടുത്ത ഡേറ്റ വരുമ്പോഴത്തേക്കും ബഫർ രജിസ്റ്ററിൽ കൊടുക്കും. ഔട്ട്പുട്ട് രജിസ്റ്റർ empty ആകുമ്പോഴത്തേക്കും വീണ്ടും അത് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. അതാണ് 2 രജിസ്റ്റേഴ്സ് ട്രാൻസ്മിറ്റർ സെക്ഷനിൽ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിഗറിൽ നോക്കിക്കേ, ഔട്ട്പുട്ട് രജിസ്റ്ററും ഉണ്ട്, ദെൻ എന്താണ് ട്രാൻസ്മിറ്റർ ബഫർ രജിസ്റ്ററും ഉണ്ട്. അപ്പോൾ ഏത് ഡേറ്റേനെയാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അത് ഡേറ്റ ബഫർ രജിസ്റ്ററിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ട്രാൻസ്മിറ്റർ ബഫർ രജിസ്റ്ററിൽ കൊടുക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് രജിസ്റ്ററിലേക്ക് കൊടുക്കും. ഔട്ട്പുട്ട് രജിസ്റ്റർ അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അത് ഈ ഓരോ പിൻസ് ഇനേബിൾ ആവുന്നതനുസരിച്ചാണ് ഈ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ TXD അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ ഡേറ്റ, ട്രാൻസ്മിറ്റ് ഡേറ്റ. സീരിയൽ ബിറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ് ഓൺ ദിസ് ലൈൻ. അപ്പോൾ നമുക്ക് സീരിയൽ ഡേറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യിക്കുന്നത് ആ ലൈനിൽ കൂടാണ്. ദെൻ ട്രാൻസ്മിറ്റർ ക്ലോക്ക് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ കൺട്രോൾ, അതൊരു ആക്റ്റീവ് ലോ പിന്നാണ്. ദിസ് ഇൻപുട്ട് സിഗ്നൽ കൺട്രോൾസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ബിറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ്. അപ്പം നമ്മൾക്ക് ആ റേറ്റ് എത്ര റേറ്റിലാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്ന് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ക്ലോക്കാണ് എന്ത്, ഈ ട്രാൻസ്മിറ്റർ ക്ലോക്ക്. ഇറ്റ് കൺട്രോൾസ് ദി റേറ്റ് അറ്റ് വിച്ച് ദ ബിറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ്. ഡേറ്റ ട്രാൻസ്മിഷൻ എത്ര സ്പീഡിൽ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ട്രാൻസ്മിറ്റർ ക്ലോക്കാണ്. അതുപോലെ ട്രാൻസ്മിറ്റർ റെഡി ഉണ്ട്, TXRDY. അതെന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഹൈ ആകുമ്പോഴത്തേക്കും ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ബഫർ രജിസ്റ്റർ ഈസ് empty ആൻഡ് USART ഈസ് റെഡി ടു അക്സെപ്റ്റ് എ ബൈറ്റ്. അത് ഹൈ ആണെന്നുണ്ടെങ്കിൽ എന്താ, ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മുടെ 8251 റെഡിയാണ് എന്ന് കാണിക്കും. ഓക്കെ ആണല്ലോ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എയ്തർ ടു ഇൻട്രപ്റ്റ് ദ MUP ഓർ ടു ഇൻഡിക്കേറ്റ് ദ സ്റ്റാറ്റസ്. അപ്പം MUPയെ അറിയിക്കുന്നത്, MUP അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ റെഡിയാണ് എന്നൊരു ഇൻട്രപ്റ്റ്, അത് MUPയെ അറിയിച്ചു കഴിഞ്ഞാൽ അത് MUPക്ക് ഒരു ഇൻട്രപ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ്, USARTൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ അത് തയ്യാറാണോ എന്ന് കാണിക്കുന്നത് ആരാണ്, ഈ ട്രാൻസ്മിറ്റർ റെഡി എന്നുള്ള ഈ പിന്നാണ്. ഓക്കെ ആണല്ലോ. ദെൻ ട്രാൻസ്മിറ്റർ empty, TXE എന്നൊരു പിന്നുണ്ട്. അതെന്താണ്, ദിസ് ഈസ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ. Logic 1 on this indicates the output register is empty. അപ്പോൾ അതൊരു ഔട്ട്പുട്ട് സിഗ്നലാണ് അല്ലേ. അപ്പോൾ അതെന്താ ചെയ്യുന്നത്, അതും ഹൈ ആണ്, ആക്റ്റീവ് ഹൈ പിന്നാണ്, വിച്ച് ഇൻഡിക്കേറ്റ്സ് ദി ഔട്ട്പുട്ട് രജിസ്റ്റർ ഇസ് empty. അത് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് രജിസ്റ്ററിൽ ഇപ്പം ഡേറ്റ ഒന്നും ഇല്ല ട്രാൻസ്മിറ്റ് ചെയ്യാൻ. ഇനി വരുമ്പോഴേ അത് എന്ത് ചെയ്യത്തുള്ളൂ, അത് ഹൈ ആവത്തുള്ളൂ. ഡേറ്റ എപ്പോഴാണോ ഉള്ളത് അപ്പം മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, ഹൈ ആയിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. അപ്പം നോക്കിക്കേ, ഇത് ട്രാൻസ്മിറ്റർ റെഡിയും ട്രാൻസ്മിറ്റർ emptyയും ഔട്ട്പുട്ട് സിഗ്നൽസ് ആണ്. ദെൻ ട്രാൻസ്മിറ്റർ ക്ലോക്ക് ഒരു ഇൻപുട്ട് സിഗ്നലാണ്. പിന്നെ ഡേറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ്, ട്രാൻസ്മിറ്റ് ഡേറ്റ എന്നുള്ള പിൻ വഴിയാണ് സീരിയൽ ബിറ്റ്സ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ
ട്രാൻസ്മിറ്റർ സെക്ഷനിൽ നിന്ന് ക്ലിയർ ആണല്ലോ. അപ്പം എന്താ ഇത്രയും പിൻസ് ആണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ട്രാൻസ്മിറ്റർ ഡേറ്റ, ദെൻ ട്രാൻസ്മിറ്റർ ക്ലോക്ക്, ദെൻ ട്രാൻസ്മിറ്റ് റെഡി, ദെൻ ട്രാൻസ്മിറ്റ് എം ടി. ഓക്കെ, അതിൽ തന്നെ ഈ ട്രാൻസ്മിറ്റർ ക്ലോക്ക് മാത്രമാണ് ആക്റ്റീവ് ലോ, ബാക്കിയെല്ലാം എന്താണ് ആക്റ്റീവ് ഹൈ സിഗ്നൽസ് ആണ്. നെക്സ്റ്റ് ഇസ് റിസീവർ സെക്ഷൻ. റിസീവർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഫിഗറിൽ തന്നെ ഉണ്ടല്ലേ. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇത് യൂസറിനെ ട്രാൻസ്മിറ്ററായിട്ടും റിസീവറായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ്, ദ റിസീവർ അക്സെപ്റ്റ് സീരിയൽ ഡേറ്റ ഓൺ ദി RxD line from a peripheral and converts them into parallel data. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്, പുറത്തുനിന്നുള്ള ഡേറ്റേനെ മേടിച്ചിട്ട് തിരിച്ചെന്താക്കും, ഈ മ്യൂപ്പിയിലേക്ക് നമ്മൾ എന്തായിട്ട് കൊടുക്കും, ഇൻപുട്ടായിട്ട് കൊടുക്കും. അപ്പം പെരിഫറൽ ഡിവൈസിൽ നിന്ന് എപ്പോഴും വാങ്ങിക്കുന്നത് എങ്ങനെയായിരിക്കും, സീരിയലായിട്ടായിരിക്കും. കൊടുക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്, മ്യൂപ്പിയിലേക്ക് കൊടുക്കുന്നത് എപ്പോഴും എങ്ങനെ വേണം, പാരലായിട്ട് കൊടുക്കണം. അപ്പം പുറത്തുനിന്ന് സീരിയലായിട്ട് വാങ്ങിച്ചിട്ട് ഈ മ്യൂപ്പിയിലേക്ക് പാരലായിട്ട് കൊടുക്കുന്നതാണ് എന്ത്, റിസീവർ സെക്ഷൻ ചെയ്യുന്നത്. അതിനകത്തും 2 രജിസ്റ്റർ ഉണ്ട്, റിസീവർ ഇൻപുട്ട് രജിസ്റ്ററും റിസീവർ ബഫർ രജിസ്റ്ററും. വാങ്ങിക്കുന്ന രജിസ്റ്റർ, ദെൻ അതിനെ ടെമ്പററി ആയിട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു ബഫർ രജിസ്റ്റർ. അത് ആ ഫിഗറിലുണ്ടല്ലേ. നോക്കിക്കേ, റിസീവർ ഇൻപുട്ട് രജിസ്റ്ററും ദെൻ റിസീവർ ബഫർ രജിസ്റ്ററും. അതിനെ കൺട്രോൾ ചെയ്യാനൊരു റിസീവർ കൺട്രോൾ ലോജിക്ക്. അതാണ് ബിറ്റ് റേറ്റ്, എത്രത്തോളം എത്ര വേഗത്തിൽ നമുക്ക് ഡേറ്റേനെ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്, റിസീവർ കൺട്രോൾ ലോജിക്കിലുള്ള റിസീവർ ക്ലോക്ക് സിഗ്നലാണ്. അത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന കുറച്ച് പിൻസാണ്. എന്തൊക്കെയാണ്, RxD. Bits are received serially on this line and converted into parallel byte in the receiver input register. അപ്പോൾ അത് നമ്മൾ ഡേറ്റേനെ സീരിയലായിട്ട് മേടിക്കും, എന്നിട്ട് എന്താണ് പാരലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആരാണ്, റിസീവറിനകത്തുള്ള റിസീവർ ഇൻപുട്ട് രജിസ്റ്ററാണ്. ദെൻ റിസീവർ ക്ലോക്ക്, അതെന്താണ് ചെയ്യുന്നത്, ദിസ് ഈസ് എ ക്ലോക്ക് സിഗ്നൽ ദാറ്റ് കൺട്രോൾസ് ദി റേറ്റ് അറ്റ് വിച്ച് ദ ബിറ്റ്സ് ആർ റിസീവ്. നമ്മളിപ്പം പറഞ്ഞായിരുന്നു അല്ലേ, അതാണ് എത്രത്തോളം ആ ഫാസ്റ്റ്നെസ് തീരുമാനിക്കുന്നത് റിസീവർ ക്ലോക്കാണ്. ദെൻ റിസീവർ റെഡി എന്താണ്, ദിസ് ഈസ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ. ഇറ്റ് ഗോസ് ഹൈ വെൻ ദ ഉസാർഡ് ഹാസ് എ ക്യാരക്ടർ ഇൻ ദ ബഫർ രജിസ്റ്റർ ആൻഡ് ഈസ് റെഡി ടു ട്രാൻസ്ഫർ ഇൻ ടു ദി മ്യൂപ്പി. അപ്പം മ്യൂപ്പിയിലേക്ക് ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് കാണിക്കുന്ന സിഗ്നലാണ് എന്ത്, റിസീവർ റെഡി സിഗ്നൽ. ദിസ് ലൈൻ ക്യാൻ ബി used either to indicate the status or to interrupt the MUPI. നമ്മൾ ട്രാൻസ്മിറ്റ് ആവാൻ റെഡിയാണ് ഉസാട്ട് എന്ന് കാണിക്കുന്ന പോലെ മ്യൂപ്പിയിൽ നിന്ന് ഡേറ്റ സ്വീകരിക്കാനും ഉസാട്ട് റെഡിയാണെന്ന് കാണിക്കുന്ന സിഗ്നലാണ് എന്ത്, റിസീവർ റെഡി സിഗ്നൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും ഈ ഒരു ട്രാൻസ്മിറ്റർ റിസീവർ സെക്ഷൻ. അപ്പോൾ നമുക്ക് യുസാട്ടിനെ നമുക്കൊരു ടൈമിൽ ട്രാൻസ്മിറ്റർ മോഡിൽ ഉപയോഗിക്കാം, അതുപോലെ റിസീവർ മോഡിൽ ഉപയോഗിക്കാം. അതുതന്നെ സിങ്ക്രണസ് മോഡിൽ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, സിങ്ക്രണസ് മോഡിൽ തന്നെ റിസീവ് ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ അസിങ്ക്രണസ് മോഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, അസിങ്ക്രണസ് മോഡിൽ റിസീവ് ചെയ്യാനും ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് നോക്കിക്കോണം, ഇതിനകത്ത് 2 ട്രാൻസ്മിറ്റ് കൺട്രോളും റിസീവ് കൺട്രോളും ആക്റ്റീവ് ലോ സിഗ്നൽസ് ആണ്. അവിടെ ഒരു സ്റ്റാർ ഇട്ടിട്ടില്ല, അപ്പോൾ അവിടെയാണ് ട്രാൻസ്മിറ്റ് കൺട്രോളും റിസീവ് കൺട്രോളും ആക്റ്റീവ് ലോ സിഗ്നൽസ് ആണ്. ബാക്കിയെല്ലാം എന്താണ്, ആക്റ്റീവ് ഹൈ ആണ്. നെക്സ്റ്റ് നമ്മുടെ ബേസിക് ബ്ലോക്ക് ഡയഗ്രത്തിൽ, ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് ഇനി പറയാനുള്ളത്, അപ്പോൾ ഇത്രയും കാര്യങ്ങളായി, ട്രാൻസ്മിറ്റ് ബഫർ, ട്രാൻസ്മിറ്റ് കൺട്രോൾ, റിസീവ് ബഫർ, റിസീവ് കൺട്രോൾ, ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പിൻസായി. ദെൻ നമുക്ക് ഏത് ഡേറ്റയാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അതുമായിട്ട് അസോസിയേറ്റ് ഡേറ്റ ബസ് ബഫർ, ദെൻ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്, ദെൻ എക്സ്ട്രാ ഒരു മൊഡ്യൂളും കൂടെ ഉണ്ട്, അതാണെന്ത്, കൺട്രോൾ. അതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് 8251 കുറിച്ചൊരു ബേസിക് നോളജ് കിട്ടും. So next is modem control. Modem control എന്ന് പറഞ്ഞാൽ it can access either modulator or demodulator, a device which converts analog signal to digital signals and vice versa, and helps the computers to communicate over telephone lines or cable wires. അപ്പോൾ നമുക്ക് മ്യൂപ്പിനെ കമ്പ്യൂട്ടറിലേക്കോ
മ്യൂപ്പിനെ എന്താണ് ടെലിഫോൺ ലൈൻസിലേക്കോ കേബിൾ വയർസിലേക്കോ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ മോഡം കൺട്രോൾ സ്വിച്ച് ഉപയോഗിക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് വരുന്ന സിഗ്നലിനെ അനലോഗിനെ ഡിജിറ്റലാക്കുകയും ഡിജിറ്റലിനെ തിരിച്ച് അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ദി ഫോളോയിങ് ആർ ആക്റ്റീവ് ലോ പിൻസ് ഓഫ് മോഡം. അപ്പോൾ ഇത്രയും പിൻസാണ് എന്താണ് ഈ മോഡവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇത് 4 എണ്ണമാണ്. ഈ 4 എണ്ണം എന്താണ് ആക്റ്റീവ് ലോ പിൻസ് ആണ്. ഓക്കെ ആണല്ലോ. ഡേറ്റ സെറ്റ് റെഡി സിഗ്നൽ ഈസ് ആൻ ഇൻപുട്ട് സിഗ്നൽ. ദെൻ ഡേറ്റ ടെർമിനൽ റെഡി ഈസ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ. ദെൻ എന്താണ് നമുക്കിപ്പം ഡേറ്റേനെ എന്താണ് ഡേറ്റ സെറ്റ് റെഡി സിഗ്നൽ ഈസ് ആൻ ഇൻപുട്ട് സിഗ്നൽ. നമുക്ക് ഇൻപുട്ട് സിഗ്നൽ വരുമ്പോഴത്തേക്കും ആ മോഡത്തിൽ ആ പിന്ന് ലോ ആകുമ്പോഴത്തേക്കും എന്താണ് ഡേറ്റ സെറ്റ് റെഡി ആണെന്ന് ചെക്ക് ചെയ്യും. ദെൻ എന്താണ് ഡേറ്റ ടെർമിനൽ റെഡി, അതായത് എങ്ങോട്ടേക്കാണ് ഡേറ്റ കൊടുക്കേണ്ടത്, അതൊരു ഔട്ട്പുട്ട് സിഗ്നലാണ്, അത് ചെക്ക് ചെയ്യുന്നതാണ് എന്ത് ഡേറ്റ ടെർമിനൽ റെഡി. ദെൻ CTS which controls the data transmit. It is an input signal which controls the data transmit circuit. അപ്പോൾ നമ്മൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻപുട്ട് സിഗ്നലാണ് എന്ത് CTS. അതും ആക്റ്റീവ് ലോ ആണ്. ദെൻ RTS എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? അത് ഔട്ട്പുട്ട് സിഗ്നലാണ് വിച്ച് ഈസ് യൂസ് ടു സെറ്റ് ദി സ്റ്റാറ്റസ്. അപ്പോൾ ഇത്രയും നമുക്ക് ആ മോഡമായിട്ട് വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അനലോഗിനും ഡിജിറ്റലിനെ അനലോഗുമായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പിൻസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഡേറ്റ വരുന്നതനുസരിച്ച് അതെന്ത് ചെയ്യും? ഡേറ്റ കൊടുക്കാനും ഡേറ്റ എടുക്കാനും ഡേറ്റയുടെ സ്റ്റാറ്റസും എല്ലാം നമുക്ക് ഈ പിൻസ് വഴി എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. ഇതും 8251 ഒരു ബ്ലോക്കാണ്. അപ്പോൾ ഇത്രയാണ് 8251 IC ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് പോകേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം. 8251 ഫസ്റ്റ് ഓർക്കേണ്ടത് ഉസാർട്ടാണ്. ദെൻ സെക്കൻഡ് ഓർക്കേണ്ടത് സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ പ്രധാനമായിട്ട് വരുന്നതും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പിൻസും, ആ പിൻസ് ആക്റ്റീവ് ഹൈ ആണോ ലോ ആണോ, ഓരോന്നിൻ്റെയും ഫങ്ഷൻ എന്താണ്. ദെൻ ഫസ്റ്റ് ബ്ലോക്കായ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്ലോക്ക് ഡയഗ്രം ഉണ്ട്. അതിനകത്തുള്ള രജിസ്റ്റേഴ്സ്, അതിനകത്ത് രജിസ്റ്റേഴ്സിൻ്റെ സൈസ്, സ്റ്റാറ്റസ് രജിസ്റ്റർ 8 ബിറ്റ് ആണ്. ദെൻ കൺട്രോൾ രജിസ്റ്റർ 16 ബിറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ട്രാൻസ്മിറ്റർ സെക്ഷൻ, റിസീവർ സെക്ഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പിൻസ്, ആ ഓരോ പിൻസിൻ്റെയും ഫങ്ഷനും, അതിൽ ഏതാണ് ആക്റ്റീവ് ഹൈ ആക്റ്റീവ് ലോ. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് MCQസിലേക്ക് പോവാം. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു MCQ ഉണ്ട്. 8251 ഈസ് എ ഡാഷ്. അതിനകത്ത് കുറേ ഓപ്ഷൻസ് കാണും. UART, USART, ദെൻ എന്താണ് പ്രോഗ്രാമബിൾ IC, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് തരും. അപ്പോൾ നമുക്കത് ഓർത്തിരിക്കണം. എപ്പോഴും PSC ചോദിക്കുന്ന കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കുറേ ICs ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരെല്ലാം കൂടെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഏതാണെന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ 8251 ആണ് ഉസാർട്ട്. UART അല്ല, USART ആണ്. സിങ്ക്രണസും അസിങ്ക്രണസും പോസിബിൾ ആണ്. അപ്പോൾ അത് എപ്പോഴും ചോദിക്കുന്ന ഒരു MCQ ആണ്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ 8251 the pin that controls the rate at which the character is to be transmitted. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് കൺട്രോൾ ഉണ്ട്. അത് നമുക്കറിയാം TXC ആണ് അല്ലേ, ട്രാൻസ്മിറ്റ് കൺട്രോൾ. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ട്രാൻസ്മിറ്റ് കൺട്രോൾ 2 ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് ആക്റ്റീവ് ഹൈ ആണോ ആക്റ്റീവ് ലോ ആണോ എന്നും കൂടെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ആ ഓരോ പിന്നിൻ്റെ ഫങ്ഷനും ജസ്റ്റ് അത് ആക്റ്റീവ് ഹൈ ആണോ ആക്റ്റീവ് ലോ ആണോ, അത് എല്ലാ ഇൻ്റർഫേസിങ് ചിപ്സിനും അത്രയും നോക്കിക്കൊണ്ട് പോവാം. പിന്നെ ഇതിൻ്റെ മ്യൂപ്പി ആയിട്ടുള്ള ഇൻ്റർഫേസിങ്ങും കാര്യങ്ങളും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരുപാടാവും. അത്രയും നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർഫേസിങ് ചിപ്സ്, ഇത്രയും നെയിംസ് തന്നിട്ടുണ്ട്. അത്ര എണ്ണമെങ്കിലും നമ്മൾ പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ട്രാൻസ്മിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ ക്ലോക്ക് ആണ്. ട്രാൻസ്മിറ്റർ ക്ലോക്ക് എപ്പോഴും എന്താണ്? ട്രാൻസ്മിറ്റർ ക്ലോക്കും റിസീവർ ക്ലോക്കും എപ്പോഴും എന്താണ്? ആക്റ്റീവ് ലോ പിൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഫസ്റ്റ് വൺ. ദെൻ ട്രാൻസ്മിറ്റർ ക്ലോക്ക് ഇൻപുട്ട് ഈസ് എ
active low pin which controls the rate at which the character is to be transmitted. എത്ര ഫാസ്റ്റ്നെസ്, എത്ര വേഗത്തിൽ നമ്മൾ ആ ക്യാരക്ടർ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈ ട്രാൻസ്മിറ്റർ ക്ലോക്ക് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ കൺട്രോളാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. The signal that may be used either to interrupt the CPU or polled by the CPU. അപ്പോൾ ഏതാണ്? സി പി യുവിനെ ഇൻട്രപ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന തന്നിരിക്കുന്നതിൽ ഏതാണ്? റിസീവർ റെഡി ഔട്ട്പുട്ട് അല്ലേ? ഇറ്റ് മേ ബി യൂസ്ഡ് എയ്തർ ടു ഇൻട്രപ്റ്റ് ദി സി പി യു ഓർ പോൾഡ് ബൈ ദി സി പി യു. അപ്പം നമ്മൾ സി പി യുവിനെ അറിയിക്കുന്നു എന്താണ്? നമ്മുടെ മ്യൂപ്പി റിസീവ് ചെയ്യാൻ റെഡിയാണ് അല്ലേ? ആ സിഗ്നൽ ഏതാണ്? റിസീവർ റെഡി ഔട്ട്പുട്ട്. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്റർ റെഡി എടുക്കാത്ത എന്താണ്? അത് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ്. ഇത് ഡേറ്റ മ്യൂപ്പിയിലേക്ക് എടുക്കാനാണ്. അപ്പം മ്യൂപ്പിനെ പോൾ ചെയ്യിക്കുന്നത് ഏതാണ്? റിസീവർ റെഡി ഔട്ട്പുട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ 8251 റിലേറ്റ് ചെയ്തിട്ടുള്ള നോക്കുന്ന ടോപ്പിക്ക്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇൻ്റർഫേസിങ് IC 8255 നോക്കാം. അപ്പോൾ അതിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രവും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് MCQസും കൂടെ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്